ഹിച്ചക്കിമനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു സ്പെഷ്യൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ വ്ലോഗ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് കോവിഡ് റിലേറ്റഡ് ഡൗട്ടുണ്ട്. അതേപോലെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എടുത്താൽ കൊള്ളാമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വ്ലോഗ് ചെയ്തതെന്ന് പറയുന്നത് ഈ ബഹറിലേക്ക് വരുന്ന ക്വാറന്റൈൻ പ്രൊസീജിയേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ ഷെയർ ചെയ്തു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീസെൻ്റ്ലി ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ ഒരു കോവിഡ് ടോക്ക് വേണോ വേണ്ടായോ എന്ന്. അപ്പോൾ 81% ആൾക്കാർ കോവിഡ് ടോക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ കോവിഡ് റിലേറ്റഡ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെ അയച്ചു തന്നു. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനല്ല പറഞ്ഞത് കേട്ടോ, എന്നെക്കാൾ ഒരുപാട് നോളജ് അല്ല, 2-3 ഡോക്ടർമാർ നമ്മുടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് ചെയ്യുന്നത്. ഗിവ് അവേ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം, എന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഞാൻ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലാണ്. പുറത്ത് നല്ല സൗണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. അതായിരിക്കും നല്ലത്. വാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിച്ചക്കി മറ്റുണ്ട് കോവിഡ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അതേപോലെ നമ്മളോട് 2 ഡോക്ടേഴ്സും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഡോക്ടേഴ്സ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഗുഡ് ഈവനിങ്, ഞാൻ ഡോക്ടർ ബീന വേണുഗോപാൽ, മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ബഹ്റൈനിൽ GP ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹായ് എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ബ്ലെസ്സി ബാബു, ബഹ്റിനുള്ള മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിൽ ജനറൽ പ്രാക്ടീഷണറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ, COVID-19 എന്ന് പറയുന്ന രോഗം എന്താണെന്ന് ഇപ്പോൾ എല്ലാവരും ഒരുപാട് കേട്ടു. എന്താണ് അസുഖം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആൾക്കാർ കേട്ട് മടുത്തിരിക്കണം. കൈ കെട്ടണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്നാലും ആൾക്കാർ എനിക്ക് അയച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും COVID-19 എന്ന് പറയുന്നത്, അല്ല അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് വരാതിരിക്കാൻ ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ എന്താണ്, അതൊക്കെ ചോദിച്ചത്. അപ്പോൾ എന്താണ് അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാൻ പറ്റുമോ? കൊറോണ വൈറസ് ഡിസീസ് 2019 ചുരുക്കെഴുത്താണ് COVID-19. സാർസ് വൈറസുമായി ബന്ധമുള്ള സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 ആണ് ഈ പകർച്ചവ്യാധിക്ക് കാരണമാകുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ 2019 വുഹാനിലെ ചൈനയിലുള്ള വുഹാനിൽ നിന്നാണ് ഈ അതിനുശേഷം ലോകമെമ്പാടും പടർന്നു പിടിച്ചു. അതിനാൽ 2020 മാർച്ച് 11 WHO ഇതിനെ ഒരു പാൻഡമിക്കായി പ്രഖ്യാപിച്ചു. ഇവ പ്രധാനമായും ശ്വാസനാളിയാണ് ബാധിക്കുന്നത്. അതിനാൽ ജലദോഷം, ചുമ, ന്യൂമോണിയ തുടങ്ങി ഉദരത്തെ വരെ ഇതിന് ബാധിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമുക്ക് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള സിംറ്റംസ് അതൊക്കെ എന്തൊക്കെയായിരിക്കും? കൊറോണ വൈറസ് ഒരാളുടെ ശരീരത്തിൽ കയറി അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനൊരു കാലയളവുണ്ട്. ഈ കാലയളവ് സാധാരണ നമുക്ക് 2 മുതൽ 14 ദിവസം വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പേഷ്യൻ്റ് ഈസ് എസിംപ്റ്റമാറ്റിക്, എന്ന് പറഞ്ഞാൽ ആൾക്ക് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. അത് കഴിഞ്ഞ് മിക്കവരെല്ലാം നമ്മൾ കാണുന്നത് മൈൽഡ് സിംറ്റംസ് ലൈക്ക് ഫ്ലൂ, ചെറിയൊരു ജലദോഷമോ ചെറിയൊരു പനി, വിറയൽ, മേലുവേദന, അതുപോലെ വരണ്ട ചുമ,
തൊണ്ടവേദന, ഇതുപോലുള്ള പല രീതിയിലാണ് കാണുന്നത്. ചിലവർക്ക് വയറിളക്കം, ചെറിയൊരു ഛർദിൽ ഒക്കെ കാണാം. ഇതൊക്കെ മൈൽഡർ വെറൈറ്റീസ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊറോണയെ കുറിച്ച് കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് മണം, അതുപോലെ ടേസ്റ്റ് ഇല്ലാതെ വരിക എന്നുള്ളത്. ദാറ്റ് ഈസ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ മിക്കവാറും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന 2 സിംറ്റംസ് ആണ്. അത് നമുക്ക് ഇത് കൊറോണ വൈറസ് ആണോ എന്ന് സംശയിക്കാൻ വേണ്ടിയും ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പേഷ്യന്റിനോട് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു ലക്ഷണമാണ് ഈ 2. പിന്നെ വേറെ പല കാര്യങ്ങൾ, പല സിംറ്റംസ് നമ്മൾ കാണാറുണ്ട്. ദാറ്റ് ഈസ് ദ മോർ സീരിയസ് സിംറ്റംസ് ലൈക്ക് വിട്ടുമാറാത്ത പനി, വിറയൽ, അതുപോലെ ഛർദിൽ, സിവിയർ ഹെഡേക്ക്, അതുപോലെ ഓക്സിജൻ ലെവൽ ശരീരത്തിൽ, അതായത് ബ്ലഡിൽ കുറഞ്ഞിരിക്കുക, ബിലോ 94% ഒക്കെ ആവുക. ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ സാധാരണ മെഡിക്കൽ ഹെൽപ്പ് ചോദിക്കേണ്ടതാണ്. ഇത് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ശ്വാസതടസ്സം അതാണ് അടുത്തൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഉടൻ തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ തേടേണ്ടതാണ്. അപ്പൊ ഈ പലർക്കും പല കാര്യങ്ങളും, ചിലപ്പോൾ ഈ ശ്വാസതടസ്സമൊക്കെ വരുന്നത് എന്തെങ്കിലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ളവർക്കായിരിക്കും ശ്വാസം മുട്ടൽ വരുന്നത്? അത് എല്ലാവർക്കും ശ്വാസം മുട്ടൽ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതൊരു വളരെ ചെറിയ പെർസെന്റേജ് ആണ് നമ്മൾ സാധാരണ സീരിയസ് ഡിസീസിലോട്ട് പോകുന്നത്. റീസെന്റ് ഇപ്പോൾ ഒത്തിരി നമ്മൾ കാണുന്നു ഈ ശ്വാസതടസ്സമൊക്കെ ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് തുടക്കത്തിലൊന്നും അത്രയും ശ്വാസതടസ്സത്തിന്റെ ഈ തുടക്കത്തിൽ ഈ ടേസ്റ്റിന്റെ വ്യത്യാസം, അതേപോലെ പനി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ വൈറസിന്റെ വിറുലൻസിനെ കുറിച്ചും, അതുപോലെ ജനറ്റിക്കലി മ്യൂട്ടേറ്റഡ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ് ഓഫ് വൈറസ് വരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസിൽ നമ്മൾ പോകേണ്ടത്. കാരണം ആദ്യം വന്ന ഒരു വേവില്, അതായത് ഒരു തരംഗത്തിൽ നമ്മൾ കണ്ടത് ഓൺലി ദ മോർ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, വല്ല രോഗങ്ങളുള്ളവർ, പ്രായമുള്ളവർ, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറഞ്ഞിട്ടുള്ളവർ, അവരിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടായിരുന്നത് ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങളിൽ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് വേവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നത് ഈവൻ ചെറുപ്പക്കാരെ വരെ, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപ്പക്കാരെ വരെ ഈ ഒരു അസുഖം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ കാരണങ്ങൾ പലതാണ്. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പിന്നെ പോകാം. ഡോക്ടർ, നമ്മളിപ്പോൾ ഓൾറെഡി സിംറ്റംസ് എന്താണെന്ന് സംസാരിച്ചു, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇത് വരാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കെല്ലാം അറിയുന്നതുപോലെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ വൈറസ് പകരുന്നത്. അതിനാൽ നിർബന്ധമായി ഒരു മാസ്ക് ധരിക്കണം. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് സാമൂഹ്യ അകലം പാലിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക. കഴുകാത്ത കൈ കൊണ്ട് കണ്ണ്, മൂക്ക്, വായ ഇവ തൊടാതിരിക്കുക. സോപ്പില്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യാം. പിന്നെ ഈ മാസ്കിന് തന്നെയാണെങ്കിലും നമുക്ക് ക്ലോത്ത് മാസ്ക് ഉണ്ട്, അതേപോലെ സർജിക്കൽ മാസ്ക് ഉണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ക്ലോത്ത് മാസ്ക് മതി, അല്ലെങ്കിൽ സർജിക്കൽ മാസ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പല ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് മാസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്? നമുക്ക് ഇതിനകത്ത് പ്രിക്കോഷൻസ് വൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് N95 മാസ്ക്, സർജിക്കൽ മാസ്ക്, ക്ലോത്ത് മാസ്ക്, ഇതേക്കുറിച്ചാണ്. സാധാരണ N95 മാസ്ക് ആരോഗ്യ പ്രവർത്തകരും കോവിഡ് രോഗികളെ പരിചരിക്കുന്നവരുമാണ് അത്. കാരണം അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് ഫ്രീലി അവൈലബിൾ അല്ല. സർജിക്കൽ മാസ്ക് ചീപ്പുമാണ്, അത് ഫ്രീലി അവൈലബിൾ ആയത്, അത് പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ക്ലോത്ത് മാസ്ക്. ക്ലോത്ത് മാസ്കിന് മിനിമം 2 ലെയറെങ്കിലും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, അത് നമ്മൾ വൃത്തിയായി കഴുകി നല്ലവണ്ണം ഉണങ്ങിയ ശേഷം മാത്രമേ അത് വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷൻ 2 ലെയർ ഉണ്ടായിരിക്കണം ക്ലോത്ത് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ അത് ഡെയിലി വാഷ് ചെയ്യണം, സോപ്പിട്ട് തന്നെ വാഷ് ചെയ്യണം അല്ലേ? സോപ്പിട്ട് തന്നെ വാഷ് ചെയ്ത് നല്ലോണം ഉണങ്ങിയിട്ട് അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്തിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ, ഈ സിംറ്റംസിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. പക്ഷേ ഈ സിംറ്റംസ് ഉള്ളവരിലും ഇല്ലാത്തവരിലും കോവിഡ് വന്നിട്ടുണ്ട്. ചിലർ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അവർ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതുവരെയായിരിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ശരീരത്തിൽ രോഗബാധ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ലക്ഷണങ്ങൾ എല്ലാവരിലും കാണിക്കണമെന്നില്ല. എസ്പെഷ്യലി ചിലവരെയൊക്കെ നമ്മൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് ഈ കോൺടാക്ട് ട്രേസിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഒരാളെ വിളിച്ച് ടെസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ചിലപ്പോൾ പോസിറ്റീവ് ആണെന്ന് കാണുന്നത്. അപ്പോൾ ശരീരത്തിൽ രോഗബാധ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചില എല്ലാവർക്കും ഇത് സിംറ്റംസ് കാണിക്കണമെന്നില്ല. അത് ബേസിക്കലി ഇതിന് പല കാര്യങ്ങളുണ്ട്.
ഉണ്ട്. അതായത് രോഗിയുടെ ആരോഗ്യസ്ഥിതി, അതായത് ആരോഗ്യസ്ഥിതി, വൈറൽ ലോഡ്, അയാളുടെ പ്രതിരോധ ശേഷി, ഇതൊക്കെ നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒന്നുമേ കാണിക്കണമെന്നില്ല, അയാൾ പോലും അറിയില്ല അയാൾ പോസിറ്റീവ് ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ കോൺടാക്ട് ട്രേസിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ, പക്ഷേ ഹി കുഡ് ട്രാൻസ്മിറ്റ് ദ വൈറസ് ഈ അസുഖമുള്ള സമയത്ത്. അപ്പോൾ അത് ദാറ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരാളുമായിട്ട് രോഗമുള്ള ആളുമായിട്ട് നമുക്കൊരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഐസൊലേറ്റ് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് യുവർ സെൽഫ് ടെസ്റ്റഡ്. എന്നിട്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ ദാറ്റ് വി ആർ നെഗറ്റീവ്. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ പേര് പലരും ടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് പേര് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഒരു സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അത് പറഞ്ഞ് അവരെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നമുക്കും സേഫ്റ്റിയാണ്, മാത്രമല്ല അത് നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു കടമയും കൂടിയാണ്. നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരു ദോഷമായി. നമ്മുടെ സർക്കിളാണെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോണ്ടാക്ട് എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സെൽഫ് ഐസൊലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിശ്ചയം എത്ര ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ വിവരം അറിയിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഇവിടെ വേറെല്ലാണ്ട് 444-നെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഡോക്ടേഴ്സിനെ ആരെങ്കിലും വിവരം അറിയിച്ചാൽ അവർ പറയും. അപ്പോഴത്തെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് എത്ര ദിവസത്തിനകത്ത് കോൺടാക്ട് കഴിഞ്ഞു, ഇത്ര ദിവസമായി നിങ്ങൾ സസ്പെക്റ്റഡ് കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര ദിവസം മുമ്പെയാണ്. അപ്പോൾ അതനുസരിച്ച് അവർ പറയും നമ്മളെ എപ്പോഴാണ് ടെസ്റ്റിങ്ങിന് വിളിക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ നമ്മൾ ചിലർക്ക് അവർ പറയും ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്, അത് കഴിഞ്ഞ് അവർ വിളിക്കും. അപ്പോൾ ആ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. ഡോക്ടർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ത് കഴിച്ചാലല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? അതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് ഒരു ബാലൻസ് ഡയറ്റ് നമ്മൾ കഴിക്കുക. ഫുഡിൽ കുറച്ച് വൈറ്റമിൻ സി കൂടുതലുള്ള എന്താ പറയുക ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഡ്രേഷൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു 1-2 ലിറ്റർ വെള്ളം ദിവസേന കുടിക്കുക. നമ്മുടെ ദാഹത്തിനനുസരിച്ച് മാത്രമല്ല ഹൈഡ്രേഷൻ കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് നേരം ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുന്ന കുറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് സാധാരണ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള 1.5 to 2 liters ഓഫ് വാട്ടർ എ ഡേ, അത് ഒരു 5 മുതൽ 8 to 10 ഗ്ലാസസ് അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ കുടിക്കുക. സോ യു മെയിൻറ്റെയിൻ ഹൈഡ്രേഷൻ. രണ്ടാമത്തുള്ളത് വ്യായാമം റെഗുലറായിട്ട് ചെയ്യുക. അത് അമിതമായിട്ടുള്ള വ്യായാമത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ടു ഇമ്മ്യൂണിറ്റി നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യുക. സാധാരണ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ കൃത്രിമ പാനീയങ്ങൾ, അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതുപോലുള്ളത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ശീലങ്ങൾ, സ്മോക്കിങ്, അതുപോലെ ഡ്രിങ്ക്സ് വല്ലതൊക്കെ എടുക്കുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്നവർ കുറച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി താന്നു പോവാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എല്ലാവരും പുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ളവരാണ്. സ്ട്രെസ് നോർമലി ഡിക്രീസസ് യുവർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ സ്ട്രെസ് കൊണ്ട് നമ്മുടെ ഹോർമോൺസിലും എല്ലാത്തിലും ചേഞ്ച് വരാം. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ എന്നാലും ട്രൈ സം വേസ് വെയർ യു ക്യാൻ ബ്രിങ് ഡൗൺ യുവർ ലെവൽ ഓഫ് സ്ട്രെസ്. ഡോക്ടർ, ഇപ്പം അടുത്തത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സെക്കൻഡ് വേവാണ് COVID-19 നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വേവ് കഴിഞ്ഞു, സെക്കൻഡ് വേവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി തേർഡ് വേവ് എക്സ്പെക്ട് ചെയ്യുന്നത് പറയുന്നു. അതേപോലെ ഈ GCC കൺട്രിയിലാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും വൈറസിന്റെ ചേഞ്ചസ് ആണോ അതോ എന്താണ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? വൈറസിന്റെ ചേഞ്ച് ആണ്. അതായത് വൈറസിന് സാധാരണ രീതിയിൽ ജനിതക മാറ്റമുണ്ടാകും. അതായത് മ്യൂട്ടേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അതിന് ജീൻ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്ട്രെയിൻ മോർ വിറുലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശക്തി ഉള്ളവരിൽ കൂടെ അതിനെ ശക്തിയായി ബാധിക്കാനുള്ള അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് വേവിൽ ഇപ്പം സെക്കൻഡ് വേവിൽ ഈവൻ യങ്ങർ പേഷ്യൻസിനെ വരെ അഫക്റ്റ് ചെയ്യാൻ ഈ മോർ വിറുലൻ്റ് സ്ട്രെയിനിന് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഓരോ ലീവ് കഴിയുമ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡോക്ടർ, നമ്മുടെ നാട്ടിലിപ്പം ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് വീഡിയോസും വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് COVID-19 മറ്റൊരു കണ്ടിന്യൂഷൻ ആണോ, അതായത് ഈ COVID-19 പോലെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണോ? അതെന്തോന്ന് എന്നോട് ഒരുപാട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ ബ്ലാക്ക് ഫംഗസിനെ പറ്റി. ഓക്കെ, COVID-19 ബ്ലാക്ക് ഫംഗസുമായി ഡയറക്റ്റായിട്ട് ബന്ധമില്ല. കാരണം ബ്ലാക്ക് ഫംഗസ് എന്നാൽ ഇതിന് കോവിഡ് വരുന്നതിന് മുമ്പും നമ്മൾ ഇത് റെയറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു രോഗമാണ്. കാരണം ഈ ഫംഗൽ സ്പോർസ് അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട്. അത് സാധാരണ ഒരു മനുഷ്യന് ഇതിൻ്റെ ഫംഗൽ സ്പോർ മൂക്കിൽ കയറിയാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അതിനെ നശിപ്പിക്കാറുണ്ട്. എന്നാൽ പ്രതിരോധ ശക്തി കുറഞ്ഞതിലാണ് ഇത് രോഗമായി പ്രകടിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ സമയത്ത് COVID-19 സമയത്ത് കോവിഡ് വന്നവർക്കും വന്നു കഴിഞ്ഞവർക്കും ഒരു സ്റ്റേറ്റ് ഓഫ് ഇമ്മ്യൂണോ സപ്രഷൻ, ഒന്ന് കോവിഡ് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത് ICU അഡ്മിറ്റ് ആയവർക്കൊക്കെ ലൈഫ് സേവിങ് ഡ്രഗായിട്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നവർക്ക്, ക്രോണിക്കായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിനുള്ള റിസ്ക് ഫംഗസിന് റിസ്ക് കൂടുതലാണ്. അത് ഈ സ്റ്റീറോയിഡ് എടുക്കുന്നതുകൊണ്ടാണോ അതോ? കാരണം സ്റ്റീറോയിഡിന് അതൊരു ലൈഫ് സേവിങ് ഡ്രഗായിട്ട് നമുക്കതിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ട് നമുക്ക് സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു ബ്ലാക്ക് ഫംഗസ് ഒരാൾക്ക് പിടിപെട്ടാൽ ഈ COVID-19 പോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ് മറ്റൊരാളിലേക്ക്? സാധാരണ ഫംഗൽ സ്പോർസ് ഒരു വൈറസിന്റെ പോലെ അതൊരു പകർച്ചവ്യാധിയല്ല. അത് പക്ഷേ ഇമ്മ്യൂണോ സപ്രഷൻ ഉള്ളവർക്ക്, അതായത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർക്ക്, പിന്നെ ക്യാൻസർ പേഷ്യൻസിന്, കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന്, അതെ അവയവ ശസ്ത്രക്രിയ നടത്തിയവർക്കെല്ലാം ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടായത് ഈ ഫംഗൽ സ്പോർസ് അവരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണിലൊക്കെ വന്നെങ്കിൽ കണ്ണെടുത്ത് മാറ്റണം, അങ്ങനെയൊക്കെ ന്യൂസ് ഞാൻ കണ്ടു. അതൊക്കെ കറക്റ്റാണോ? അത് അങ്ങനെ തന്നെയാണോ ശരിക്കും വന്നു കഴിഞ്ഞാൽ? അതെ, കാരണം ഈ ഫംഗസ് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് മൂക്ക്, സൈനസ്, കണ്ണ്, അതിൽ നിന്ന് ബ്രെയിനിലോട്ട് ലങ്സ്, ഈ അവയവങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സൈനസിനെയും മൂക്കിനെയൊക്കെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ശക്തമായ തലവേദന, മൂക്കടപ്പ്, ചിലപ്പോൾ മൂക്കിൽ നിന്ന് രക്തം നിറഞ്ഞ ദ്രാവകം അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ആൻറ്റിഫംഗൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അവിടെ ഡിബ്രൈഡ്മെൻറ്റും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ ടിഷ്യൂ എടുത്ത് നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സർജിക്കൽ മാനേജ്മെൻറ്റും വേണ്ടി വരും. അത് ഇൻവേഷൻസ് കൂടുതലായിട്ട് ഫംഗസ് നമ്മുടെ സൈനസിൽ, നോസിലൊക്കെ ഇൻവേഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സർജിക്കൽ മാനേജ്മെൻറ്റും വേണ്ടി വരും. ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് ആണ് ആൻറ്റിഫംഗൽ അപ്പോൾ അതൊരു COVID-19 കണ്ടിന്യൂഷൻ മാത്രമല്ല, അതിന് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്രയും നമ്മൾ കാണാറില്ല. ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു അലേർട്ടിൽ ഇരിക്കുന്നുണ്ട്, പുതിയൊരു വൈറസ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവെ കോവിഡുമായിട്ട് ഇങ്ങനെ ഒരു ഡോക്ടർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോവിഡ് ബാധിച്ചവരിലും അതുപോലെ കോവിഡ് ഇമ്മ്യൂണോ സപ്രഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു ഇമ്മ്യൂണിറ്റി പൊതുവെ കുറഞ്ഞിരിക്കുന്നവർക്കും ഡയബറ്റിക് ആയിട്ട് അൺകൺട്രോൾ ഷുഗർ ലെവൽസ് ഉള്ളവർക്ക് അവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇത് കൂടുതൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധിയല്ല, പകർച്ചവ്യാധി. ഈവൻ സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഷുഗർ ലെവൽസ് ഒക്കെ കൺട്രോൾ ആക്കി നിർത്തുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈവൻ നമ്മൾ കൊറോണ ബാധിച്ച ആൾക്കാർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർ ഷുഗർ ലെവൽസ് കൺട്രോൾ ആക്കി നിർത്തേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മെയിനായിട്ടും അതിനെതിരെയുള്ള വാക്സിൻ അല്ലെങ്കിൽ അതിനെതിരെയുള്ള മെഡിസിൻ കണ്ടുപിടിക്കാൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന അതായിരിക്കും. ഈവൻ കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും എങ്ങനെയും ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തീർന്നു പോയിരുന്നത്. അന്നേരമാണ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് എക്കാലത്തെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്നൊരു വാക്സിൻ കണ്ടുപിടിക്കുക, കൊറോണയ്ക്കെതിരായിട്ടുള്ളത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതിനെപ്പറ്റി എന്താണ് ഈ വാക്സിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ?
പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദൻ ക്യൂർ. അപ്പോൾ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഒരു വാക്സിൻ കൊടുക്കുന്നത്. ഏത് രോഗത്തിനും, കൊറോണയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ചിക്കൻ ബോക്സിനാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ പണ്ട് പോളിയോ വാക്സിൻ എടുക്കാറുണ്ട്. നമുക്ക് പലതരം വാക്സിനുകൾ നമ്മൾ കുട്ടിക്കാലത്തെ നമ്മൾ എടുത്ത് ആണ് നമ്മൾ ഇത്രയും കാലയളവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, അതിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, നമ്മുടെ ആ രോഗാണുവിനെതിരെ നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് അടുത്ത പ്രാവശ്യം ഇപ്പോൾ നമ്മളൊരു വാക്സിൻ കുത്തിവെച്ചിട്ടുണ്ട് വെച്ചാൽ ആ ബോഡിയിൽ ആൻറ്റിബോഡി ടു ദാറ്റ് വൈറസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഈ രോഗാണു വന്നിട്ട് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിനെതിരെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്യും. ഇറ്റ് വിൽ ഫൈറ്റ് ദ വൈറസ് ആൻഡ് നമുക്ക് സഫിഷ്യൻറ്റ് എന്താ പറയുക പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ദ ഡിസീസ് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുത്തിവെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. വളരെ ചെറിയൊരു കാലയളവിനകത്താണ് നമ്മൾ ഈ വാക്സിനുകളൊക്കെ ഇത്രയും 8-10 വാക്സിൻസ് അതെ, കാരണം ഇറ്റ് വാസ് ഫോർ എമർജൻസി യൂസ്. അപ്പോൾ സാധാരണ ഒരുപാട് കാലം ഒക്കെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിലൊക്കെ ചെയ്തിട്ടാണ് സാധാരണ ബാക്കിയുള്ള പണ്ട് ഉണ്ടായിരുന്ന വാക്സിൻസ് ഒക്കെ നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എമർജൻസി യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള പല വാക്സിൻസും ഇറങ്ങിയിട്ടുണ്ട്. ഓരോ രാജ്യത്ത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വാക്സിൻസ് കുത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം തരുന്നുണ്ട്. ഇപ്പോൾ വാക്സിൻസ് കഴിയുന്നതും ആരും ഒഴിവാക്കാതിരിക്കുക. കാരണം വാക്സിൻസിന് കൊണ്ട് നമുക്ക് ഈ രോഗത്തിൽ നിന്നുണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മരണനിരക്ക് കുറയ്ക്കാൻ ആകെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാക്സിൻ. അപ്പോൾ വാക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പാർശ്വഫലം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ the risk of the vaccine outweighs, the benefits outweigh the risk എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഗുണം, ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, അതുപോലെ ICU അഡ്മിഷൻസ്, മരണനിരക്ക്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാം വാക്സിൻസ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സൈഡ് എഫക്ട്സിനെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്ട്സിനെ പേടിച്ചുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കരുത്. അതൊരു വലിയ അബദ്ധമാവും. നമ്മൾ ഇപ്പോൾ ഈയിടെ ഞാൻ നോട്ട് ഷുവർ എവിടെയാണെന്നുള്ള നമ്മൾ അറിഞ്ഞിരുന്നു, ഇവിടെ അഡ്മിഷൻ ICU അഡ്മിഷൻസിൽ 10-80% ഐ നോട്ട് ഷുവർ ഓഫ് ദ കറക്റ്റ് വാല്യൂ പെർസെൻറ്റേജ് എത്രയെന്നുള്ളത്. അതിൽ മിക്കവരും ഈ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ICU അഡ്മിഷൻസിൽ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ എത്ര പറ്റുമോ അത്രയും നമ്മൾ വാക്സിനേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നന്നായിരിക്കും. ആൻഡ് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ വല്ലതും ഉണ്ടെച്ചാൽ നമ്മൾ കൂടി നമ്മുടെ രീതിയിൽ ഒരാളെങ്കിൽ ഒരാൾ വാക്സിനേഷൻ എടുക്കട്ടെ, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ട്രൈ ടു ഒരാളെ നമ്മൾ അതിനുള്ളൊരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ വാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരുപാട് വാക്സിനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ പറയുന്നത്, ഇന്ത്യയിൽ നമുക്ക് 1-2 വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷേ വേറെ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ BioWare ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ആൾക്കാർക്ക് പൊതുവായി ഉണ്ടാകുന്നൊരു സംശയമാണ്, ഏത് രാജ്യത്ത് നിർമ്മിച്ച വാക്സിൻ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ തുടർന്നുള്ള ജീവിതത്തിൽ അവരെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും വരാതെ ഏത് വാക്സിൻ ആയിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യം ശരിക്കും വാക്സിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ? എല്ലാ വാക്സിനും നമുക്ക് സെയിം എഫക്റ്റ് അല്ലേ, സെയിം റിസൾട്ട് അല്ല നമുക്ക് കിട്ടുന്നത്? അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓരോ കൺട്രിയുടെയും ഇപ്പോൾ ബഹറിന് ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ച് അതുപോലെ പേഷ്യൻസിൻ്റെ വയസ്സും ആരോഗ്യസ്ഥിതിയും അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് ആ നാട്ടിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഓരോ വാക്സിനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു ഡേറ്റയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് ഒന്നും നമുക്ക് ഇതുവരെ പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ആണെങ്കിൽ നമ്മൾ BioWare ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ ഒരു വാക്സിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴായാലും അവിടുത്തെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡോക്ടറിന് പറയുന്നുണ്ടല്ലേ. ബഹറിൽ ചില വാക്സിൻസ് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് സേഫ് ആണ്, ചിലവർക്ക് അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെയുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ആൻസർ പറയാൻ പറ്റില്ല അല്ലേ? അത് അവർ പറഞ്ഞു തരും. ആ ഡോക്ടേഴ്സിന്
അവർ സംസാരിച്ചിട്ട് ഇന്നത് മതിയാവും എന്നുള്ളത് ഇതുമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഇന്നത് മതിയാവും എന്ന് പറഞ്ഞ് അവർ ബഹ്റൈനിലാണ് ചില ഭയങ്കര പ്രോട്ടോകോളുണ്ട്, അവർക്ക് ഇന്നത് എടുക്കേണ്ടതുള്ളൂ എന്നും പറഞ്ഞിട്ട് നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ. സോ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, ആ രാജ്യത്തെ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടറിൻ്റെ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക വാക്സിൻ എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ എങ്കിലും ആ ഒരു ഡോക്ടറിനെ പറയാൻ പറ്റും നിങ്ങളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരുന്നത് ഡോക്ടർ. ഡോക്ടർ, ആൻറ്റിബോഡി ടെസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാമോ? കോവിഡിന് നമ്മൾ സാധാരണയായി ചെയ്തു വരുന്ന, ഈ അസുഖത്തിന് നമ്മൾ സാധാരണയായി ചെയ്തു വരുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിന് നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൻ്റെ ഒന്നാണ് ഇപ്പോൾ കറണ്ടായിട്ട് രോഗിക്ക് അസുഖമുണ്ടോ എന്ന് അറിയാനില്ല, കറണ്ട് ഇൽനെസ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാവുന്ന ടെസ്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. പിന്നെ എന്താ പറയുക, അടുത്തത് ഉള്ളത് രോഗം വന്നുപോയോ ആൾക്ക് എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ കറണ്ട് ഇൽനെസ് ഉണ്ടോ, അതായത് വെദർ ആ രോഗിക്ക് ഇപ്പോൾ അസുഖം ഉണ്ടോ എന്ന് അറിയുന്ന ടെസ്റ്റുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്നുള്ളത് നമ്മുടെ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്. സാധാരണയായി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയണം വെദർ ദ പേഷ്യൻ്റ് ഇസ് സഫറിംഗ് ഫ്രം ദ ഡിസീസ്. നമുക്ക് വീട്ടിൽ തന്നെ കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഉണ്ട് ഇപ്പോൾ. അത് നമുക്ക് ഇറ്റ് ഇസ് നോൺ ആസ് ദ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്. അത് അടുത്തതുള്ളത് RT-PCR. അത് കുറച്ചുകൂടി സമയമെടുക്കും, നമുക്കൊരു 24 മണിക്കൂറിൻ്റെ അടുത്തേക്ക് ഇറ്റ് മൈ ടേക്സ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. RT-PCR ടെസ്റ്റ് അതിൻ്റെ പേര് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. അത് രണ്ട് കേസിലും, ഇതിൽ റാപ്പിഡ് ടെസ്റ്റിനായാലും അതെ, അതുപോലെ RT-PCR എന്ന് കാണിച്ചാൽ നമ്മൾ സാധാരണ നേസൽ സ്വാബ്, അതായത് നമ്മുടെ നേസോ പാരൻസൽ സ്വാബ് അല്ലെങ്കിൽ നേസൽ സ്വാബ് ഉപയോഗിച്ച് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ നമുക്ക് ഈ രോഗം വന്നു പോയോ എന്ന് അറിയാനുള്ള ആൻറ്റിബോഡി ടെസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം. ആൻറ്റിബോഡി ടെസ്റ്റ് തന്നെ നമ്മൾ IgGയും IgMും രണ്ടും നോക്കുന്നുണ്ട്. IgG ആൻറ്റിബോഡി കുറേ നാളത്തേക്ക് പോസിറ്റീവായി കിടക്കും. IgM എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിബോഡി അത് വന്ന് ആദ്യം രോഗമുള്ള കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് അങ്ങ് പോകും. പക്ഷെ IgG ആൻറ്റിബോഡി നമ്മുടെ ഈ രക്തത്തിൽ കുറേ കാലത്തേക്ക് പോസിറ്റീവായി തന്നെ കാണും. അതിൻ്റെ അർത്ഥം ഈ IgG ആൻറ്റിബോഡി മാത്രമാണ് ഈ രോഗിയുടെ രക്തത്തിലുണ്ടെങ്കിൽ ഈ അസുഖത്തിനുള്ള ആൻറ്റിബോഡീസ് അയാളുടെ ബോഡിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹീ ഈസ് ഫ്രീ ഫ്രം ദ ആക്റ്റീവ് ഡിസീസ്. പക്ഷേ രോഗം വന്നു പോയി സഡൻ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ IgG ആൻറ്റിബോഡി മാത്രമായിട്ട് രോഗിയുടെ ടെസ്റ്റിൽ കാണപ്പെടും. ചിലരുടെ റിസൾട്ട് നോക്കുമ്പോൾ സ്റ്റിൽ പോസിറ്റീവായിട്ട് കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് വേറൊരു റീസൺ ഉണ്ട്. അത് ബേസിക്കലി ചിലരിൽ RT-PCR ടെസ്റ്റ് തന്നെ ഒരു 3 months വരെ അല്ലേ പോസിറ്റീവായി ഉണ്ട്. അപ്പോൾ അത് രോഗിക്ക് ആ അസുഖം ഉണ്ടെന്നല്ല അർത്ഥം. നോർമലി സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഒരു 21 to 28 days വരെ ആണ് അതിൻ്റെ വൈറസ് നോർമലി എൻ്റെ പരിമിതമായിട്ടുള്ള ഈ അറിവ് കൊണ്ട് പറയാൻ 21 to 3 weeks to 4 weeksന്റെ അകത്ത് ഇത് തീരേണ്ടതാണ് വൈറസ് ഇൻഫെക്ഷൻ. പക്ഷേ നമ്മൾ പിന്നെ RT-PCR ടെസ്റ്റ് ചെയ്യുമ്പോൾ 90 days വരെ ഇത് പോസിറ്റീവായിട്ട് കാണാം. ദാറ്റ് ഈസ് ബിക്കോസ് ഈ വൈറൽ ഡെബ്രി എന്ന് പറയുന്ന ഈ നേസൽ സ്വാബ് എടുക്കുമ്പോൾ നമുക്കതിൽ ഫ്രാഗ്മെന്റ്സ് മേ ബി വൈറസിൻ്റെ ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് ആക്ച്വൽ വൈറസ് അല്ലെങ്കിലും അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻസ് അത് ന്യൂക്ലിക് ആസിഡ് അത് നമുക്ക് ഈ സ്വാബ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടാം. അപ്പോൾ അത് 90 days വരെയും ചിലരിൽ കാണാറുണ്ട്. അത് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് രോഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. ഡോക്ടർ, അതിനോട് ചേർന്ന് ഈ CT വാലി എന്ന് പറഞ്ഞത് എന്താണ്? അത് എനിക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു. അത് CT വാലി കൊണ്ട് എനിക്ക് സംഭവം മനസ്സിലായില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ മോളിക്കുലർ ടെസ്റ്റ്, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ RT-PCR ടെസ്റ്റാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ സൈക്കിൾ ത്രെഷ്ഹോൾഡ്. അത് ഈ RT-PCR ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 ആണെങ്കിൽ ഈ CT വാല്യൂവിൻ്റെ ലെവൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 ആണെങ്കിൽ സ്ട്രോങ് പോസിറ്റീവ് ആയിരിക്കും. അതായത് അത്രയും വൈറൽ ലോഡ് ആ പേഷ്യൻ്റ് ഉണ്ടെന്നാണ്. 30 to 38 ആണെങ്കിൽ പോസിറ്റീവ്, മോഡറേറ്റ് എമൗണ്ട് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആ പേഷ്യൻ്റ് കാണും. സോ സ്ട്രോങ് പോസിറ്റീവ് ആണെങ്കിൽ
ചിലപ്പോൾ ആ രോഗത്തിന്റെ തീവ്രത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്മിഷനുള്ള സാധ്യതയും CT വാല്യൂ കുറഞ്ഞ പേഷ്യൻസിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഒത്തിരി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടായിരിക്കും അല്ലേ, മറ്റു പേഷ്യൻസിലേക്ക് വൈറൽ ലോഡ് കൂടുതലായതിനാൽ അങ്ങനെ ചാൻസ്. ഡോക്ടർ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഐസൊലേഷനും ക്വാറന്റൈനും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. ആൾക്കാർ ഒത്തിരി കൺഫ്യൂസ് ആണ് ഇത് രണ്ടും. ചിലർ പറഞ്ഞ ഐസൊലേഷൻ ചെയ്യണം, ചിലർ പറഞ്ഞ ക്വാറന്റൈൻ പോകണം. അതൊന്നും പറഞ്ഞില്ല. രോഗമുള്ളവർ, അതായത് രോഗികളെ രോഗമില്ലാത്തവരിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതാണ് ഐസൊലേഷൻ. ഓക്കെ. പിന്നെ രോഗിയുമായിട്ട് അടുത്ത സമ്പർക്കം ഉണ്ടായ ഒരാൾ, ക്ലോസ് കോണ്ടാക്ട് പോലുള്ളവർക്കോ അല്ലെങ്കിൽ രോഗബാധ ഉണ്ടെന്ന് നമുക്ക് സംശയമുള്ളവരെയോ അവരുടെ സഞ്ചാരം, അതായത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നു. ആ കുറച്ച് കാലത്തേക്ക് ദിസ് ഈസ് ക്വാറന്റൈൻ. നിശ്ചിത കാലയളവിൽ അതിൻ്റെ ഇടയിൽ ടെസ്റ്റിങ്ങും ഇതൊക്കെ ഗവൺമെന്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ മറ്റേത് രോഗിയായിട്ടുള്ള ആളാണ്, ഇത് രോഗം സംശയിക്കപ്പെടുന്ന ആളോ അല്ലെങ്കിൽ രോഗമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്, അതാണ് ക്വാറന്റൈൻ. അതാണ് ക്വാറന്റൈനും അതേപോലെ ഐസൊലേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഡോക്ടർ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും പെൻഡിങ് ഉണ്ട്. പെൻഡിങ് എന്നാൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പോയാൽ വ്ളോഗ് വലിയ നീണ്ടു പോകും, 1 മണിക്കൂറിലൊക്കെ പോകും. അപ്പം ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ തന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഡോക്ടർമാരുടെ അടുത്ത് തന്നെ ഞാൻ തിരിച്ചു വരും, എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ ഒരിക്കലും ആൻസർ ചെയ്തില്ല എൻ്റെ സൈഡിൽ നിന്ന്, കാരണം എന്നെക്കാളും നോളജ് ഉള്ളത് ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ നിന്ന് ഞാൻ ആൻസർ കളക്ട് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ മറക്കരുത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം, മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ് ടു ജോയിൻ ചെക്കിംഗ് കോവിഡ് ടോക്ക് വിത്ത് മിഡിലീസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, അത് പറഞ്ഞു തരുകയും ചെയ്യാം. Thank you for inviting us for the show. Thank you, Jyoti, and thank you all of that. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോവിഡ് ടോക്ക് എന്ന് പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇനി അഡീഷണൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാനത് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ആൻസർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ടെന്ന്. ഗിവ് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക, ഹിച്ചയ്ക്ക് മരുന്നിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക. അവിടെ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടാണ് ഫോളോ ചെയ്യുക. അതിന് കൂടെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, ടാഗ് ചെയ്യുക. അപ്പോൾ ആ ഒരു കമൻറ്റിൽ ടാഗ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഒരു മെഡിക്കൽ പാക്കേജാണ് കൊടുക്കുന്നത്. മെഡിക്കൽ പാക്കേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ അറിയാവുന്ന പോലെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഹിദ് ഗ്രൂപ്പിൽ, ഹിദ് ബ്രാഞ്ചിലുള്ള ഒരു ശാന്തിഗിരി ആയുർവേദിക് ക്ലിനിക്കുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങളൊരു 10 സെഷൻ പാക്കേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതല്ലെങ്കിൽ 5 സെഷനാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അതായിരിക്കും നമ്മുടെ ഗിവ് അവേ എന്ന് പറയുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെഹറിലുള്ളവർക്കൊക്കെ നല്ലോണം അറിയാനാണ് ഈ നമ്മുടെ ശാന്തിഗിരി ക്ലിനിക്ക് എന്ന് പറയുന്നത്. ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണനാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ. സോ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ടിനെ ടാഗ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതലായിരിക്കും വിന്നർ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബെഹറിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ഇന്ത്യ അങ്ങനെയുള്ള എല്ലാവരുടെ കൂട്ടി നമ്മളൊരു ഗിവ് അവേ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ബെഹറിലുള്ളവർക്കാണ് ഈ ഒരു ഗിവ് അവേ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ചെക്കിംഗ് മരുന്നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ സുഖിയ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ 20 ബീഡിയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 15 ബീഡിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ 20% ഡിസ്കൗണ്ടും അതേപോലെ ട്രീറ്റ്മെൻറ്റിന് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ ഓഫറൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എനിക്കൊരു പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടതെന്ന് പറയുന്നത്, ഇതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കോവിഡ് ടോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ജീവനെയാണ് ആദ്യമേ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ജീവൻ ആദ്യമേ തന്നെ ഇത് നമുക്കിങ്ങനെ ചെയ്യണം, മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞ് മുൻകൈ എടുത്തു വന്നു. അതിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജീവൻ. അതുകൂടാതെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ MD എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യനെ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ബഹറിൻ സമൂഹത്തിലാണെങ്കിലും മലയാളികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ സുപരിചിതനാണ്. ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റിയിലും അതേപോലെ നമ്മൾക്ക് കോവിഡൊക്കെ ഒരു പ്രശ്നം ഇപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്സിജൻ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1.5 കോടിയോളം രൂപ വില വരുന്ന ഓക്സിജൻ പ്ലാന്റേഷനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് എൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ജില്ലയിലുമാണ്. അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് കൂടെ നമുക്കൊരു കോവിഡ് ടോക്ക് ചെയ്യാൻ തന്ന ആ ഒരു ചാൻസിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള മാനേജ്മെൻറ്റ്, സ്റ്റാഫ് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ അതേപോലെ നിങ്ങൾക്ക് പാക്കേജ് യൂട്ടിലൈസ് ചെയ്യണം, നമുക്ക് മിസ്റ്റർ പ്രസാദിനെ കോൺടാക്ട് ചെയ്യാം. പ്രസാദിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ നേരെ പോവുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാതെ ഫോളോ ചെയ്യുക, മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഫ്രണ്ടിനെ ടാഗ് ചെയ്യുക, ഈ ഒരു ഗിവ് അവേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം എടുത്ത് പറയട്ടെ, 1 മന്താണ് നമുക്ക് ഈ ഓഫർ ഉള്ളൂ കേട്ടോ. 1 മന്ത് പീരീഡ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫർ ഇല്ല. സോ അത് 1 മന്തിനുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വ്യത്യസ്ത വീഡിയോകളാണ്, അതേപോലെ ലൈവായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ഈ വരുന്ന വീക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ വ്യത്യസ്ത വീഡിയോകളും പുതുമയുള്ള കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ഏവർക്കും ഹിച്ചൈക്കി മല്ലുവിൻ്റെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിനൊപ്പം ബൈ ബൈ. സ്റ്റേ സേഫ്.